ആയുധബലത്തേക്കാൾ വലുത് ആത്മീയ ശക്തിയാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത 1646 വിഖ്യാതമായ ലേ നേവൽ ഡി മനില യുദ്ധവിജയത്തിന്റെ ചരിത്ര സ്മരണകൾ ആഗോള കത്തോലിക്ക സമൂഹത്തിൽ ഇന്നും വിസ്മയമായി തുടരുന്നു. 19 അത്യാധുനിക യുദ്ധക്കപ്പലുകളുമായി ഫിലിപ്പീൻസിനെ അടിമപ്പെടുത്താൻ വന്ന ഡച്ച് പ്രൊട്ടസ്റ്റന്റ് സൈന്യത്തെ എൻകാർനേഷൻ, സാൻ റൊസാരിയോ എന്നീ 2 പഴയ സ്പാനിഷ് കപ്പലുകൾ ഉപയോഗിച്ച് തോൽപ്പിച്ച ഈ സംഭവം സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈവിക ഇടപെടലുകളിൽ ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ ഫിലിപ്പീൻസ് അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത്. തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടായ കടുത്ത ഭക്ഷ്യക്ഷാമം, തെക്കൻ മേഖലയിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധങ്ങളും രാജ്യത്തെ സാമ്പത്തികമായും സൈനികമായും തളർത്തിയിരുന്നു. ഇതിനു പുറമെ പുതുതായി നിയമിതനായ ആർച്ച് ബിഷപ്പ് മനിലയിൽ എത്തുന്നതിനു മുൻപ് കപ്പലിൽ വെച്ച് മരണമടഞ്ഞത് വിശ്വാസികൾക്ക് വലിയ ആത്മീയ ആഘാതമായി. ഈ സാഹചര്യം മുതലെടുത്താണ് ഡച്ച് സൈന്യം 19 യുദ്ധക്കപ്പലുകളുമായി അധിനിവേശത്തിനെത്തിയത്. അവരെ നേരിടാൻ മനിലയിൽ കാര്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജനറൽ ഫെഡ്രിജോയുടെ നേതൃത്വത്തിൽ ലഭ്യമായ 2 പഴയ ഗാലിയൻ കപ്പലുകളിൽ പീരങ്കികൾ നിറച്ച് ശത്രുവിനെ നേരിടാൻ സൈന്യം തീരുമാനിക്കുകയായിരുന്നു. യുദ്ധക്കളത്തിലേക്ക് തിരിക്കും മുൻപ് സൈനികർ ജപമാല രാജ്ഞിയായ പരിശുദ്ധ മാതാവിന്റെ പക്കൽ അഭയം തേടി. ഡൊമിനിക്കൻ ഫ്രാൻസിസ്കൻ വൈദികരുടെ നേതൃത്വത്തിൽ സൈനികർ കപ്പലിന്റെ ഡെക്കിൽ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. യുദ്ധത്തിൽ വിജയം നൽകുകയാണെങ്കിൽ നഗ്നപാതരായി നടന്ന് മാതാവിന് നന്ദി അർപ്പിക്കാമെന്ന് അവർ പരസ്യമായി നേർച്ച നേർന്നു. 1646 മാർച്ച് മുതൽ ഒക്ടോബർ വരെ നീണ്ടുനിന്ന 5 പ്രധാന നാവിക യുദ്ധങ്ങളിലും അതിശക്തകരമായ രീതിയിൽ ഫിലിപ്പീൻസ് സൈന്യം ജയിച്ചു. ഓരോ പോരാട്ടവേളയിലും ആവേ മരിയ വിളികൾ മുഴക്കിയാണ് സൈനികർ ശത്രുവിനെ നേരിട്ടത്. ഒടുവിൽ ഒക്ടോബർ 4 നടന്ന അവസാന യുദ്ധത്തിലും ഡച്ച് പട പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയതോടെ ഫിലിപ്പീൻസ് ഒരു വലിയ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. യുദ്ധത്തിന് ശേഷമുള്ള കണക്കുകൾ ചരിത്രകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 100 കണക്കിന് ഡച്ച് സൈനികർ കൊല്ലപ്പെടുകയും അവരുടെ നിരവധി കപ്പലുകൾ തകരുകയും ചെയ്തപ്പോൾ ഫിലിപ്പീൻസിന്റെ പക്ഷത്ത് ആകെ മരിച്ചത് വെറും 15 പേർ മാത്രമായിരുന്നു. ഈ അത്ഭുതകരമായ കണക്കുകൾ കണക്കിലെടുത്ത് ജനങ്ങൾ ഈ കപ്പലുകളെ അത്ഭുത കപ്പലുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. യുദ്ധവിജയത്തിന് പിന്നാലെ ജനറൽ ഒറെല്ലയുടെ നേതൃത്വത്തിൽ സൈനികർ തങ്ങളുടെ നേർച്ചപ്രകാരം മനിലയിലെ തെരുവുകളിലൂടെ നഗ്നപാതരായി നടന്ന് സാൻ ഡൊമിനിക്കോ പള്ളിയിലെത്തി മാതാവിന് കൃതജ്ഞത അർപ്പിച്ചു. 1662 ഏപ്രിൽ 9 മനില അതിരൂപത ഈ വിജയങ്ങളെ ഔദ്യോഗികമായ അത്ഭുതമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നും ഒക്ടോബർ മാസത്തിൽ 10,000 വിശ്വാസികളാണ് ഈ മാതാവിന്റെ അടുത്തെത്തി പ്രാർത്ഥിക്കുന്നത്. ജപമാല എന്ന ആയുധത്തിന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്ത വലിയൊരു ജയമായിരുന്നു ഇത്.